നമുക്കെല്ലാവർക്കും ഓജോ ബോർഡിനെ കുറിച്ച് നന്നായി അറിയാം. ഇതിനെക്കുറിച്ച് മുൻപ് തന്നെ നമ്മൾ പല വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊരു അമാനുഷികമായ ഗെയിമാണ്, അതുവഴി മരിച്ചവരുമായി സംസാരിക്കാൻ കഴിയും എന്നെല്ലാം പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒട്ടനവധി അമാനുഷികമായ ഗെയിമുകളുണ്ട്. അവയെല്ലാം വളരെ ഭയങ്കരമായ പാരനോർമൽ ഗെയിംസ് എന്നാണ് പറയുന്നത്. ഈ ഗെയിംസ് എല്ലാം സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യമാണ് എന്നതിന് സ്ട്രോങ് ആയ എവിഡൻസോ പ്രൂഫോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഇങ്ങനെയുള്ള ഗെയിമുകൾ സത്യത്തിലുണ്ട്. ഈ ഗെയിമിലൂടെ ആത്മാക്കളുമായി നമുക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് പല നാടുകളിൽ പല ജനങ്ങൾ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. അതിനാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ അമാനുഷികമായ 5 ഗെയിംസിനെ കുറിച്ചാണ്. The Midnight Man. സെക്കൻഡിൽ വീടിനുള്ളിലേക്ക് വന്ന് മെഴുകുതിരി കത്തിക്കണം. ഈ മിഡ് നൈറ്റ് മാൻ എപ്പോ വേണമെങ്കിലും നമ്മുടെ വീടിനുള്ളിൽ വരാം. ഈ ഗെയിം കറക്റ്റ് പാതിരാത്രി 3:33 വരെ തുടരും. അതുവരെയും ഈ മെഴുകുതിരി അണയാതെ നോക്കണം. അങ്ങനെ മെഴുകുതിരി അണഞ്ഞു പോയാൽ അടുത്ത 10 സെക്കൻഡിൽ അത് കത്തിക്കാനും ശ്രമിക്കണം. ഒരുപക്ഷെ മെഴുകുതിരി അടുത്ത 10 സെക്കൻഡിൽ കത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഉപ്പ് ഉപയോഗിച്ച് നമുക്ക് ചുറ്റുമായി ഒരു വൃത്തം വരയണം. ആ വൃത്തത്തിനുള്ളിൽ നമ്മൾ നിൽക്കുകയും 3:33 വരെ പുറത്തു പോകാൻ പാടില്ല എന്നും പറയുന്നു. അങ്ങനെ പുറത്തേക്ക് വരികയാണെങ്കിൽ ഈ മിഡ് നൈറ്റ് മാൻ നമ്മളെ കൊല്ലും. ഈ മിഡ് നൈറ്റ് മാൻ നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഒരു കറുത്ത രൂപം പോലെ തോന്നും. അവിടെയുള്ള താപനില വളരെ കുറഞ്ഞ് തണുപ്പ് അനുഭവപ്പെടും. ആദ്യം പറഞ്ഞതുപോലെ 22ാമത്തെ തവണ 12 മണിക്ക് കതക് തട്ടി അവസാനിപ്പിച്ചിട്ട് അവിടെ നിന്നും വീടിനുള്ളിലേക്ക് പോയി 3:33 വരെ വിജയകരമായി ആ മിഡ് നൈറ്റ് മാന്റെ കയ്യിൽ അകപ്പെടാതെ രക്ഷപ്പെട്ടാൽ നമ്മൾ ഈ ഗെയിം ജയിച്ചു എന്നാണ് അർത്ഥം. ഇത് കഴിഞ്ഞ് ഗെയിമിൽ നിന്നും നമുക്ക് പുറത്തു വരാം. ഇതിനിടയിൽ ഗെയിമിൽ എന്തെങ്കിലും തെറ്റുവരുത്തിയാലോ, ഗെയിമിലെ മെത്തേഡ് മാറ്റിയാലോ, ഗെയിം അവസാനിപ്പിക്കാൻ ശ്രമിച്ചാലോ, അല്ലെങ്കിൽ ആ വൃത്തത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരാൻ ശ്രമിച്ചാലോ ഈ ഒരു മിഡ് നൈറ്റ് മാന്റെ കയ്യിൽ നമ്മൾ അകപ്പെടുകയും നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളായി അയാൾ പുറത്തെടുക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ വേദനകളും അനുഭവപ്പെടും. പക്ഷെ നമ്മുടെ കൈകാലുകൾ അനക്കാനേ കഴിയില്ല. പറഞ്ഞു വന്നാൽ ഒരു നരകത്തെ തന്നെ നമ്മുടെ മുന്നിൽ അത് കാണിച്ചു തരുമെന്നും പറയുന്നു. ഈ ഒരു ഗെയിം നമ്മൾ വിജയകരമായി അവസാനിച്ചാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാ അശുദ്ധ ശക്തികളും ആ ഒരു മിഡ് നൈറ്റ് മാന്റെ കൂടെ തന്നെ പോകുമെന്നും അതിനുശേഷം ജീവിതകാലം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ
വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ നടക്കുമെന്നും വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടത് വളരെ വിചിത്രമായ ഒരു ഗെയിമാണ്. ദയവ് ചെയ്ത് ആരും ഇത് ട്രൈ ചെയ്ത് നോക്കരുത്. ഇതുമാത്രമല്ല, ഇനി പറയാൻ പോകുന്ന ഏത് ഗെയിമായാലും നിങ്ങൾ ആരും ട്രൈ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ മിഡ് നൈറ്റ് മാൻ നമ്മളെ വന്ന് പിടിക്കും എന്നല്ല പറയുന്നത്. നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകാൻ അത് കാരണമാകും. ദ ഡ്രൈ ബോൺ ഗെയിം. ഈ ഒരു ഗെയിം എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ കണ്ട മിഡ് നൈറ്റ് മാൻ ഗെയിമിനെ പോലെ തന്നെയാണ്. പക്ഷേ ഒരേ ഒരു വ്യത്യാസമുള്ളത്, ഇത് ഒരാൾക്ക് മാത്രമേ കളിക്കാൻ സാധിക്കൂ. അതും ഒരു തവണ മാത്രം കളിക്കണം. ഇത് കളിക്കുന്ന സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടാകാനേ പാടില്ല. കളിക്കുന്ന വ്യക്തി മാത്രമായിരിക്കണം ഉണ്ടാവുക. അതല്ല, മറ്റാരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഗെയിം കളിക്കുന്ന സമയത്ത് അവർ മറ്റെവിടെയെങ്കിലും, അതായത് മറ്റേതെങ്കിലും വീട്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഈ ഒരു ഗെയിം കളിക്കാൻ ആ ആത്മാവിനോട് അനുവാദം വാങ്ങണം. അനുവാദം തന്നാൽ മാത്രമേ ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കൂ. ഇനി അനുവാദം തന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോവുകയും അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം മാത്രം തിരികെ ആ വീട്ടിലേക്ക് വരാൻ പാടുള്ളൂ എന്നും പറയുന്നു. ഇങ്ങനെയുള്ള റൂൾസ് എന്തിനെന്ന് ചോദിച്ചാൽ, നമ്മൾ ആത്മാവിനെ വരുത്തി അനുവാദം ചോദിച്ചിട്ട് അനുവാദം നൽകിയില്ലെങ്കിൽ ആ സ്ഥലത്ത് ആ ആത്മാവിൻ്റെ നെഗറ്റിവിറ്റി ഉണ്ടാകും. അത് സൂര്യപ്രകാശം വരുന്നതുവരെ അവിടെ നിന്നും പോകില്ല. ആ സമയത്ത് നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജിയിൽ അകപ്പെട്ട് നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. അതുപോലെ ഈ ഒരു ഡ്രൈ ബോൺസ് ഗെയിം കളിക്കേണ്ടത് ബാത്റൂമിനകത്തേക്ക് പോയി അവിടെ ഒരു കണ്ണാടി ഫിക്സ് ചെയ്ത് അതിനു മുന്നിൽ ഒരു മെഴുകുതിരി കത്തിക്കണം. ഈ ഗെയിം എല്ലാം രാത്രി 12 മണി 1 മിനിറ്റിന് ആരംഭിക്കണമെന്നും പറയുന്നു. ഈ ഗെയിം കളിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വീട്ടിൽ ശബ്ദമുണ്ടാക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഓഫ് ചെയ്തു വയ്ക്കണം. TV, സെൽഫോൺ, റേഡിയോ, ഇനി ക്ലോക്ക് ഉണ്ടെങ്കിൽ ക്ലോക്കിലെ ബാറ്ററി പോലും ഊരി വയ്ക്കണം. കാരണം ക്ലോക്കിനുള്ളിലെ സൂചി കറങ്ങുന്ന ശബ്ദം പോലും കേൾക്കാൻ പാടില്ല. ഇത് കളിക്കാനായി ബാത്റൂമിൽ കയറി കതകടച്ച് മെഴുകുതിരി കത്തിച്ച് ഐ ആം അവെയർ ഓഫ് യുവർ പ്രസൻസ്, ഐ വെൽക്കം യു ഇൻ ടു മൈ റൂം, കം നൗ എന്ന് പറയണം. അതായത് നീ വരുമെന്ന് എനിക്കറിയാം, നിന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, വീട്ടിലേക്ക് വാ എന്ന് വിളിക്കണം. ഇത് കഴിഞ്ഞ് ആ മെഴുകുതിരി കയ്യിലെടുത്ത് ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഓടണം. പുറത്തേക്ക് വന്ന് ഒരു റൂമിനകത്ത് കയറി കതകടച്ച് ആ മെഴുകുതിരി അണയാതെ നോക്കണം. കുറച്ചു സമയത്തിൽ ചില ശബ്ദങ്ങൾ കേൾക്കും. സംസാരിക്കുന്നത് പോലുള്ള ചില ശബ്ദങ്ങൾ കേൾക്കും. അങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കുകയാണെങ്കിൽ ആ ആത്മാവ് വീട്ടിൽ വന്നു എന്നർത്ഥം. എന്നാൽ ഇതല്ലാതെ വീട്ടിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ശബ്ദങ്ങളാണ്, അമാനുഷികമായ മറ്റേതെങ്കിലും ശബ്ദങ്ങളാണ് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകണം. പിന്നീട് ആ ഗെയിം കണ്ടിന്യൂ ചെയ്യരുത്. ഗെയിമിൽ സംസാരിക്കുന്നത് പോലുള്ള ശബ്ദമാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ഗെയിം തുടങ്ങി എന്നാണ് അർത്ഥം. രാത്രി 3 മണി വരെ ഈ ഗെയിം തുടരും. നമ്മൾ ആ വീട്ടിലെ പല റൂമുകളിലായി പലതവണ മാറി മാറി ആ ആത്മാവിനെ കാണാതെ മറഞ്ഞിരിക്കുകയാണെങ്കിൽ 3 മണി വരെയും അങ്ങനെ ഇരുന്നാൽ നമ്മൾ ആ ഗെയിം ജയിച്ചു എന്നാണ് അർത്ഥം. ഈ ഗെയിം അവസാനിപ്പിക്കേണ്ടത് കറക്റ്റ് 3 മണി ആയതും ആ വീട്ടിലുള്ള ഒരു വലിയ റൂമിൽ പോയി കതകടച്ച് താങ്ക് യു ഫോർ പ്ലേയിങ്, യു മസ്റ്റ് ലീവ് നൗ, യു ആർ നോ ലോങ്ങർ വെൽക്കം എന്ന് പറയണം. അതായത് എൻ്റെ കൂടെ കളിച്ചതിന് നന്ദി, ഇനി നിനക്ക് പോകാം, ഇനി ഒരിക്കലും തിരികെ വരരുത് എന്ന് പറയണം. ഇങ്ങനെ പറഞ്ഞിട്ട് ആ റൂമിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ പുറത്തുള്ള കതക് തുറന്ന് അടയ്ക്കുന്നത് പോലുള്ള ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. അങ്ങനെ ഒരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ ആ ആത്മാവ് നിങ്ങളുടെ വീട് വിട്ട് പോയി എന്നാണ് അർത്ഥം. ഇനി അങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റൂമിൽ തന്നെ ഇരിക്കണം. കൂടാതെ ഇതേ സെന്റൻസ് വീണ്ടും വീണ്ടും പറയണം, ആ കതക് ശബ്ദം കേൾക്കുന്നതുവരെ. പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഗെയിം ഒരു തവണ കളിച്ചാൽ 2ാം തവണ കളിക്കാൻ പാടില്ല. അങ്ങനെ 2ാം തവണ കളിക്കുകയാണെങ്കിൽ നിങ്ങളും മരിച്ച് ആത്മാവായി വരുമെന്നും പറയുന്നു. ചാർലി. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഓജോ ബോർഡ്, അതേപോലുള്ള ഒരു ഗെയിമാണ് ചാർലിയും. ഓജോ ബോർഡിൽ ആത്മാക്കളുമായി സംസാരിച്ച് നമ്മൾ ചോദിക്കുന്നതിനെല്ലാം മറുപടി പറയുമെന്നും പറയുന്നു. അതുപോലെ ഈ ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഏത് ആത്മാവാണോ ഉള്ളത് ആ ആത്മാവ് നമ്മളുമായി സംസാരിക്കുകയും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യും. ഈ ചാർലി ഗെയിം ഒരു പേപ്പർ എടുത്ത് അതിൽ 4 കോളം വരച്ച് എസ് നോ എന്ന് എഴുതണം.
ആ പേപ്പറിന് മുകളിൽ 2 പെൻസിൽ ക്രോസ് ആയിട്ട് വെക്കണം. ഇത് കഴിഞ്ഞ് ചാർലി ചാർലി എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിക്കാം. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. 2015 മുതൽ തന്നെ ഒരുപാട് പേർ ഇത് കളിക്കുന്നുണ്ട്. ഈ ഒരു ഗെയിമിനെ അടിസ്ഥാനമാക്കി ഒരുപാട് സിനിമയും ഇറങ്ങിയിട്ടുണ്ട്. ഈ ഗെയിം തെറ്റായി കളിച്ചാലോ അതിലെ റൂൾസ് ഫോളോ ചെയ്തില്ലെങ്കിലോ അത് കളിച്ചവരുടെ ജീവന് തന്നെ ആപത്തെന്ന് പറയുന്നുണ്ട്. ശരി, ഇനി ഈ ചാർലി ആരാണ്? അയാളുടെ യഥാർത്ഥ കഥ എന്താണ് എന്ന് ചോദിച്ചാൽ, പല വർഷങ്ങൾക്ക് മുൻപ് സ്പെയിനിൽ ജീവിച്ച ഒരു ചെറിയ കുട്ടിയായിരുന്നു ഈ ചാർലി. അവനെ ഒരു മതത്തിന്റെ ചടങ്ങിൽ ബലി കൊടുത്തതായി പറയുന്നു. അങ്ങനെ ബലി കൊടുത്തപ്പോൾ അവനുള്ളിൽ ഒരുപാട് അശുദ്ധ ശക്തി കയറിയതായും പല വർഷങ്ങളായി അവൻ പ്രേതമായി അലയുന്നു എന്നും പറയുന്നു. ഇനി ഈ ഗെയിമിലെ റൂൾസ്, ഈ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ അനുവാദം വാങ്ങണം. അനുവാദം തന്നാൽ മാത്രമേ ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കൂ. ഗെയിമിന്റെ പകുതിയിൽ വെച്ച് അവസാനിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ ഈ ഗെയിം അവസാനിപ്പിക്കണമെങ്കിൽ ആ ആത്മാവിനോട് അനുവാദം ചോദിക്കണം. കാരണം കഥയനുസരിച്ച് നോക്കിയാൽ ഈ ചാർലി ഒരു ചെറിയ കുട്ടി. അവന് എപ്പോ കളി മതി എന്ന് തോന്നുന്നുവോ അപ്പോഴേ അവസാനിപ്പിക്കാൻ കഴിയൂ. 2 പെൻസിൽ ക്രോസ് ആയി വെച്ചിട്ട് ചാർലി ചാർലി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ചോദ്യം ചോദിക്കാം. അതിന് എസ് അല്ലെങ്കിൽ നോ എന്ന ഉത്തരം പറയും. ഈ ഗെയിം അവസാനിപ്പിക്കാൻ എസ് എന്ന ഉത്തരം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഗെയിം ക്വിറ്റ് ചെയ്യാൻ സാധിക്കൂ. ഗെയിം തുടങ്ങുന്നതിന് മുൻപ് ചാർലി ചാർലി ആർ യു ഹിയർ ഇങ്ങനെ ചോദിക്കണം. ഇതിന് ക്രോസ് ആയി വെച്ചിരിക്കുന്ന പെൻസിൽ കറങ്ങി എസ് എന്ന് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ചോദ്യം ചോദിക്കാൻ സാധിക്കൂ. ഇത് കഴിഞ്ഞ് ചാർലി ചാർലി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങളും ചോദിക്കാം. ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ലാതെ മറ്റാരോ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകും. ഈ ഗെയിം കളിച്ച ഒരാൾ ഏകദേശം 2 ദിവസത്തോളം ഈ ഗെയിം കളിച്ചുകൊണ്ടേയിരുന്നു. 2 ദിവസത്തിനുള്ളിൽ ഒരുപാട് തവണ ഗെയിം അവസാനിപ്പിക്കാമോ എന്ന് ചോദിക്കുമ്പോഴും നോ എന്നായിരുന്നു മറുപടി പറഞ്ഞിരുന്നത്. ഇങ്ങനെ 2 ദിവസം കളിച്ച് അവസാനിച്ചതിന് ശേഷമാണ് ഗെയിം അവസാനിപ്പിക്കാനുള്ള അനുവാദം നൽകിയത്. ആ ഒരു സമയത്താണ് എനിക്ക് ജീവൻ തിരികെ കിട്ടിയത് എന്നും ആ ഒരു വ്യക്തി പറയുന്നു. അവൾ നിങ്ങളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? നിങ്ങൾക്ക് ഏത് ഫ്ലോറിലാണ് പോകേണ്ടത്? ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങൾ ഒന്നിനും മറുപടി പറയാൻ പാടില്ല. അവൾ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ബട്ടൺ പ്രസ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ലിഫ്റ്റ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാതെ നേരെ മുകളിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഗെയിം സ്റ്റാർട്ടായി എന്നർത്ഥം. അങ്ങനെ ലിഫ്റ്റ് നേരെ 10th ഫ്ലോറിലായിരിക്കും പോകുന്നത്.
ഇനി അതല്ല, നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ബട്ടൺ പ്രസ് ചെയ്ത് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് തന്നെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ഗെയിം അവസാനിച്ചു എന്നാണ് അർത്ഥം. തിരിഞ്ഞു നോക്കാതെ നമ്മൾ അവിടെ നിന്നും പോകണം. ഇനി അതല്ല, 10th ഫ്ലോറിൽ പോയാണ് ലിഫ്റ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ മറ്റൊരു ഡൈമെൻഷനിൽ ചെന്നായിരിക്കും ലിഫ്റ്റ് ഓപ്പൺ ആവുക. എന്നാൽ നിങ്ങൾ ആ ലിഫ്റ്റിൽ നിന്നും ഇറങ്ങാൻ പാടില്ല, അവിടെ തന്നെ നിന്ന് നോക്കണം. അറിഞ്ഞോ അറിയാതെയോ ലിഫ്റ്റിൽ നിന്നും പുറത്തേക്കിറങ്ങിയാൽ സംഭവിക്കുന്നത് ആ ലോകത്തിനകത്ത് തന്നെ ഒരുപാട് ലിഫ്റ്റുകൾ ഇതുപോലെ വന്നു പോയിക്കൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ വന്ന ലിഫ്റ്റിൽ മാത്രമേ നിങ്ങൾക്ക് തിരികെ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റേതെങ്കിലും ലിഫ്റ്റിനകത്തേക്കാണ് കയറുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അകപ്പെടും. പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ ലോകത്തേക്ക് പോകാനേ കഴിയില്ല. അങ്ങനെ ഈ ഗെയിം അവസാനിപ്പിക്കാമെന്ന് കരുതി ഡയറക്റ്റ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ബട്ടൺ പ്രസ് ചെയ്യാനും കഴിയില്ല. എങ്ങനെയാണോ നിങ്ങൾ ഓരോ ബട്ടണായി പ്രസ് ചെയ്ത് ഇവിടെ എത്തിയത്, അതുപോലെ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കണം. അതായത് 4th ഫ്ലോറിൽ നിന്നും 2nd ഫ്ലോറിലേക്ക്, അവിടെ നിന്നും 6th ഫ്ലോറിലേക്ക്, വീണ്ടും 2nd ഫ്ലോറിലേക്ക് വരണം. അവിടെ നിന്ന് 10th ഫ്ലോറിലേക്ക്, പിന്നീട് 5th ഫ്ലോറിലേക്ക്. ഇങ്ങനെ നമ്മൾ ആദ്യം എങ്ങനെയാണോ കളിച്ചത് അതുപോലെ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കേണ്ടി വരും. ഇങ്ങനെ അവസാനം ഫസ്റ്റ് ഫ്ലോർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ലിഫ്റ്റ് ഡയറക്റ്റ് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഗെയിം അവസാനിച്ചു. നിങ്ങൾക്ക് ലിഫ്റ്റിൽ നിന്നും ഇറങ്ങിപ്പോകാം. ഇനി അതല്ല, ലിഫ്റ്റ് വീണ്ടും 10th ഫ്ലോറിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അതേ പ്രോസസ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഈ എലിവേറ്റർ ഗെയിമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഓർമ്മ വരുന്നത് എലീസ ലാമിനെ കുറിച്ചാണ്. എലീസ ലാം എലിവേറ്റർ ഗെയിം കളിച്ചാണ് മരിച്ചത് എന്നുള്ള ഒരു തിയറി ഉണ്ട്. അവർ എന്തിനാണ് ലിഫ്റ്റിനുള്ളിൽ ഇങ്ങനെ അമാനുഷികമായി പെരുമാറുന്നത്, അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിനു മുൻപ് തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. ഈ ഒരു വീഡിയോ കണ്ട് അവസാനിച്ചതിന് ശേഷം തീർച്ചയായും ആ ഒരു വീഡിയോയും കാണുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ചാർലറ്റ്സ് വെബ് ഗെയിം. ഇത് ഒരു ചെറിയ കുട്ടിയുടെ പ്രേതത്തെ വിളിച്ച് അതിനോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം വാങ്ങണം. അങ്ങനെ വളരെ നിസ്സാരമായി ആ ചെറിയ കുട്ടിയെ ക്ഷണിക്കാനും കഴിയില്ല. അതിനുവേണ്ടി എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം, പാവ പോലുള്ള എന്തെങ്കിലും. അങ്ങനെ പാവ വാങ്ങി വെച്ചിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അത് ഉത്തരം പറയുമെന്നും പറയുന്നു. അതുമായി നമുക്ക് കളിക്കാൻ കഴിയുമെന്നും പറയുന്നു. ഈ ചാർലറ്റ്സ് ആരെന്ന് ചോദിച്ചാൽ ഇതൊരു 7 വയസ്സുള്ള ചെറിയ കുട്ടി. പല 100 വർഷങ്ങൾക്ക് മുൻപ് 1400കളിൽ ജീവിച്ചതായി പറയപ്പെടുന്നു. ഈ പെൺകുട്ടിക്ക് ഒരു 7 വയസ്സുള്ളപ്പോൾ ഇവളുടെ അമ്മ ഒരു മന്ത്രവാദിനിയാണ്, ഒരുപാട് ദുർമന്ത്രവാദം ചെയ്യും. ഇവർ കാരണം ഈ നാടിന് ആപത്താണ് എന്ന് പറഞ്ഞ് ആ നാട്ടിലെ ജനങ്ങളെല്ലാം ചേർന്ന് അവരെ തീയരിച്ചു കൊന്നു. ഇതെല്ലാം തന്നെ ആ ചെറിയ പെൺകുട്ടിയുടെ കൺമുൻപിൽ സംഭവിച്ചതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം അവളെയും ആ നാട്ടിലെ ആരും തന്നെ ശ്രദ്ധിച്ചില്ല. ഇത് കഴിഞ്ഞ് അവിടെയുള്ള ഒരു കാടിനകത്തേക്ക് ഇവൾ നടന്നുപോയി. അങ്ങനെ പോയ ചാർലറ്റ്സ് പിന്നീട് തിരികെ വന്നിട്ടേയില്ല. അവളെ ആ കാടിനുള്ളിലെ മൃഗങ്ങൾ തന്നെ കഴിച്ചിട്ടുണ്ടാകും എന്നാണ് ആ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഇങ്ങനെ മരിച്ചുപോയ ആ കുട്ടിയുടെ ആത്മാവ് വളരെ വർഷങ്ങളായി അവിടെ തന്നെ അലയുന്നതായും പറയുന്നു. നമ്മൾ പാവ കയ്യിൽ വെച്ചിട്ട് എൻ്റെ കൂടെ കളിക്കാൻ വാ എന്ന് വിളിച്ചാൽ ആ കുട്ടി വരുമെന്നും എല്ലാവരും വിശ്വസിക്കുന്നു. ഒരു തവണ ആ കുട്ടിക്ക് പാവ പ്രസന്റ് ചെയ്ത് ആ ഒരു കുട്ടിയുമായി സംസാരിച്ച് അത് കഴിഞ്ഞ് ആ കുട്ടി പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ ഒരു ഗെയിം നിങ്ങൾ കളിക്കാൻ പാടില്ല. കാരണം വീണ്ടും ആ ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ അതൊരു ചെറിയ കുട്ടിയുടെ ആത്മാവാണ്. ആ കുട്ടി നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കും. അങ്ങനെ ഇരുന്നാൽ അത് വളരെ മോശമായ ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുക എന്നും പറയുന്നു. ഇതിനാലാണ് ഈ ഗെയിം 2ാം തവണ കളിക്കരുത്. ഇതിൽ മറ്റൊരു കാര്യം, ഒരു തവണ നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന്റെ ദേഷ്യത്തിന് നമ്മൾ ബലിയാകും. ഇപ്പോൾ ഈ ഗെയിം എങ്ങനെ കളിക്കാമെന്ന് നോക്കാം. ഗെയിമിന് ആവശ്യമായ കാര്യങ്ങൾ: കസേര, ടേബിൾ, ടോർച്ച് ലൈറ്റ്, പിന്നെ നിങ്ങൾ വാങ്ങിയ പാവ. ഇത് കളിക്കുന്നതിന് മുൻപ് നിങ്ങൾ കളിക്കാനായി ഉപയോഗിക്കുന്ന സ്ഥലത്ത് ജനാലകൾ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ജനാല ഉണ്ടെങ്കിൽ പുറത്തുള്ള പ്രകാശം അകത്തേക്ക് വരാത്തവണ്ണം അവയെല്ലാം മറച്ചിരിക്കണം. കൂടാതെ ഈ ഒരു ഗെയിമിൽ തീ സംബന്ധിക്കുന്ന ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. മെഴുകുതിരി പോലുള്ള വസ്തുക്കൾ ഒന്നും തന്നെ ഉപയോഗിക്കരുത്. കാരണം ഈ കുഞ്ഞിന്റെ അമ്മ മരിക്കാൻ കാരണം തീയാണ്. അതിനാൽ തന്നെ അവൾക്ക് തീ ഇഷ്ടമില്ല. കൂടാതെ ഈ ഒരു കുട്ടിയുമായി പാവ ഉപയോഗിച്ച് കളിക്കുമ്പോൾ നിങ്ങൾ പേടിക്കാനേ പാടില്ല. അങ്ങനെ പേടിച്ചാൽ ആ ചെറിയ കുട്ടിക്ക് അത് നന്നായി തന്നെ മനസ്സിലാകും. അതിനാൽ ഒരു കാരണവശാലും മനസ്സിനുള്ളിലെ ഭയം ഒരിക്കലും പുറത്തു കാണിക്കാൻ പാടില്ല. ഗെയിമിനുള്ളിൽ വളരെ ഉച്ചത്തിലോ ദേഷ്യത്തിലോ സംസാരിക്കാൻ പാടില്ല. കാരണം
നിങ്ങൾ കളിക്കുന്നത് ഒരു ചെറിയ കുട്ടിയുടെ കൂടെയാണ്. 2 കസേര എടുത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലിട്ട് അതിന് മുന്നിലായി ഒരു ടേബിൾ, അതിലൊരു കണ്ണാടിയും നിങ്ങൾ വാങ്ങിയ പാവയും വയ്ക്കണം. അതിലൊരു കസേരയിൽ നിങ്ങൾ ഇരുന്നിട്ട് ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ച് കണ്ണാടി വഴി നിങ്ങളുടെ മുഖം നിങ്ങൾ നോക്കുക. ഈ സമയം V1 പ്ലേ ചാർലറ്റ്സ് വെബ് എന്ന് പറയണം. കുറച്ചു സമയത്തിൽ ഈ ചാർലറ്റ്സ് അവിടെ വരും. ആ കുട്ടിക്ക് പാവയെ ഇഷ്ടമായാൽ ആ പാവ അനങ്ങും. അങ്ങനെ ഇഷ്ടമായില്ലെങ്കിൽ ആ പാവയെ തട്ടി താഴെയിടും. കൂടാതെ വീട്ടിലെ മറ്റു വസ്തുക്കളെല്ലാം തന്നെ വലിച്ചെറിയും. അങ്ങനെ നടന്നാൽ ഉടനെ നിങ്ങൾ ആ വീട് വിട്ടു പോയി രാവിലെ സൂര്യപ്രകാശം വന്നതിന് ശേഷം തിരികെ വരണമെന്നും പറയുന്നു. ഇനി കുട്ടിക്ക് പാവയെ ഇഷ്ടമായാൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം അവൾ മറുപടി നൽകും. എന്നാൽ നിങ്ങൾ ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ പാടില്ല. ആ കണ്ണാടി വഴി മാത്രം നോക്കണം. ഈ ഗെയിം നിങ്ങൾ അവസാനിപ്പിക്കാം എന്ന് ചിന്തിച്ചാൽ ആ കണ്ണാടിയിലൂടെ ചാർലറ്റ്സിനെ നോക്കി ഗുഡ് ബൈ ചാർലറ്റ് എന്ന് പറയണം. അപ്പോൾ ചാർലറ്റ് പാവയുമായി ആ കണ്ണാടിക്കകത്തേക്ക് പോയി മറയും. ഇതെല്ലാം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ചെയറിൽ നിന്നും എഴുന്നേറ്റ് വീടിനുള്ളിലെ എല്ലാ ലൈറ്റും ഓൺ ചെയ്യാം. ഇപ്പോൾ ഈ ഗെയിം അവസാനിച്ചു. പിന്നീട് ഒരിക്കലും ഈ ഗെയിം നിങ്ങളുടെ ജീവിതകാലത്തിൽ കളിക്കാനേ പാടില്ല. ഇന്ന് നമ്മൾ കണ്ട ഈ ഗെയിമെല്ലാം സത്യമാണോ എന്ന് ചോദിച്ചാൽ പല കൺട്രീസിൽ പലരും ഈ ഗെയിം ഇന്നും കളിക്കുന്നുണ്ട്. ഇന്റർനെറ്റിൽ പോലും എനിക്കിങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പലരും അവരുടെ അനുഭവങ്ങളും പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഈ ഗെയിം ഒന്നും തന്നെ സത്യമല്ല. ഇതിന് കറക്റ്റായിട്ടുള്ള എവിഡൻസ്, പ്രൂഫ് ഒന്നും തന്നെ ഇല്ല. പറഞ്ഞു വന്നാൽ ഇതും ഒരു അർബൻ ലെജൻഡ് എന്ന് തന്നെ പറയാം. എങ്കിലും ഇന്ന് നമ്മൾ ഈ കണ്ട ഗെയിമുകളിൽ നിങ്ങൾക്ക് വളരെ ഭയാനകമായി തോന്നിയ ഗെയിം ഏതാണ്? ഇതിനു മുൻപ് നിങ്ങൾ ഈ ഗെയിമിനെ കുറിച്ചെല്ലാം കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് ചെയ്യാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓഫീസിൽ നടന്ന ചില അമാനുഷികമായ സംഭവങ്ങളെക്കുറിച്ചാണ്. ഇത്ര സീരിയസ് ആകണ്ടല്ലേ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓഫീസിൽ നടന്ന ചില അമാനുഷികമായ സംഭവങ്ങൾ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും. ഈ കഥയെല്ലാം ബ്ലോഗ് സ്പോട്ടിൽ നിന്നും കിട്ടിയതാണ്. ചിലർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ടാകും. അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. സാധാരണ ഓഫീസ് എന്ന് പറയുമ്പോൾ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വളരെ സാധാരണമായി തോന്നും. പക്ഷേ രാത്രിയായാൽ, ഓവർ ടൈം ചെയ്യുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഭയം തോന്നും. പെട്ടെന്ന് കീബോർഡിൻ്റെ ശബ്ദം കേൾക്കും. എന്തെങ്കിലും താഴെ വീഴുന്നത് പോലുള്ള ശബ്ദം കേൾക്കും. ശരി, ഓഫീസാണ് അങ്ങനെയെന്ന് വിചാരിച്ചാൽ ആ ഓഫീസിലെ ലിഫ്റ്റ്, ഇനി ആ ലിഫ്റ്റിനകത്ത് കയറിയാൽ നമ്മുടെ പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നും. സത്യത്തിൽ അങ്ങനെ ആരും ഇല്ല എങ്കിൽ തന്നെയും ആരോ നിൽക്കുന്നത് പോലെ നമുക്ക് തന്നെ തോന്നും. ചിലർ പ്രേതപിശാചുക്കളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ മറ്റു ചിലർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ കഥ നടന്നത് മലേഷ്യയിലെ കെഡ എന്ന സ്ഥലത്താണ്. ഒരു പെൺകുട്ടി സെയിൽസ് മാർക്കറ്റിംഗിൽ പുതുതായി ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. പുതുതായി വന്നതിനാൽ കൂട്ടുകാരും തന്നെ ഇല്ല. പറഞ്ഞു വന്നാൽ മറ്റുള്ളവരുമായി പൊരുത്തപ്പെടാൻ അവൾക്ക് ഒരുപാട് സമയമെടുത്തു. ഓഫീസിലേക്ക് വരുന്നതും ഒറ്റയ്ക്കാണ്, ജോലി ചെയ്യുന്നതും ഒറ്റയ്ക്കാണ്, തിരികെ പോകുന്നതും ഒറ്റയ്ക്കാണ്. ഇവൾക്കൊരു ശീലമുണ്ടായിരുന്നു, ഓവർ ടൈം ജോലി ചെയ്യും. സാധാരണ ജോലി അവസാനിക്കുന്നത് വൈകുന്നേരം 5:30. പക്ഷെ 5:30 ശേഷവും ഇവൾ ജോലി ചെയ്യും. അവൾക്കധികം പേടിയൊന്നുമില്ല. ഒറ്റയ്ക്കാണെങ്കിലും വളരെ ധൈര്യശാലിയാണ്. കാരണം നമ്മൾ മനുഷ്യരുടെ അറിവനുസരിച്ച് ഈ പ്രേതങ്ങളെല്ലാം വരുന്നത് രാത്രിയിലാണ് എന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന മറ്റുള്ളവരെല്ലാം 5:30 ജോലി കഴിഞ്ഞാൽ 5:31 തന്നെ ആ ഓഫീസ് വിടും. എന്നാൽ ഇവൾ മാത്രം അത് കഴിഞ്ഞും ജോലി ചെയ്യും. അവൾക്ക് ഒന്നും തന്നെ അറിയില്ല. ആ ഓഫീസിൽ പല വർഷമായി ജോലി ചെയ്തിരുന്നവർ പോലും അവളോട് ഒന്നും പറഞ്ഞിട്ടില്ല. സത്യത്തിൽ അവിടെയുള്ള മറ്റുള്ളവർ എന്തിനാണ് കറക്റ്റ് 5:30 തന്നെ വീട്ടിൽ പോകുന്നു എന്നതിന് ഒരു കാരണമുണ്ട്. എന്നാൽ ആ കാരണം അവൾക്കറിയില്ല. ഒരു ദിവസം അവൾക്ക് സുഖമില്ലായിരുന്നു. അപ്പോൾ അവൾ ചിന്തിച്ചത്, ഇന്ന് OT ചെയ്യണ്ട, നാളെ ചെയ്യാം. 5:30 തന്നെ എല്ലാവരും വീട്ടിലേക്കും പോയി കഴിഞ്ഞു. അവളും അന്ന് വൈകുന്നേരം 5:30 ജോലി അവസാനിപ്പിച്ചിട്ട്
പതുക്കെ പതുക്കെ നടന്ന് അവളുടെ കാറിനടുത്തെത്തി. കാറിനകത്ത് അവളുടെ ബാഗ് എല്ലാം വച്ചു. ആ സമയത്താണ് ഒരു കാര്യം ഓർമ്മ വന്നത്. തൻ്റെ ഫോൺ ചാർജർ എടുക്കാൻ മറന്നു. ആദ്യം വിചാരിച്ചത് ശരി നാളെ വന്ന് എടുക്കാമെന്ന്. പക്ഷേ അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. അടുത്ത 2 ദിവസം ശനിയും ഞായറുമാണ്. അന്ന് വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് മറ്റ് ചാർജറുകളുമില്ല. അതിനാൽ തന്നെ മറ്റ് മാർഗമൊന്നുമില്ലാതെ തിരികെ ചാർജർ എടുക്കാനായിട്ട് അവളുടെ ഓഫീസിലേക്ക് തന്നെ പോകുന്നു. അതും ഒറ്റയ്ക്ക്. അതൊരു വലിയ ബിൽഡിംഗ് ആണ്. 6ാമത്തെ നിലയിലാണ് ഇവളുടെ ഓഫീസ് ഉള്ളത്. ലിഫ്റ്റിലേക്ക് കയറി 6th ഫ്ലോറിലേക്കുള്ള ബട്ടൺ അമർത്തി. ലിഫ്റ്റും പോകാൻ തുടങ്ങി. 6th ഫ്ലോർ എത്തി. ആ ലിഫ്റ്റിൻ്റെ ഡോർ പതുക്കെ തുറന്നു. ആ ലിഫ്റ്റിനും അവളുടെ ഓഫീസിനും ഇടയ്ക്ക് കുറച്ചു ദൂരം നടക്കാനുണ്ട്. അത്രയും വലിയ ബിൽഡിംഗ്. അവൾ ഒറ്റയ്ക്കാണ്, മറ്റാരും തന്നെ ഇല്ല. ആ ഒരു ഡോർവേയിലൂടെ അവൾ പതുക്കെ പതുക്കെ നടന്ന് അവളുടെ ഓഫീസിന് മുന്നിലെത്തി. പക്ഷെ ആ സമയത്താണ് എന്തോ ഒരു ഭയം അവളുടെ മനസ്സിൽ പെട്ടെന്ന് കയറി വന്നു. ഓഫീസിനകത്തേക്ക് കയറണോ വേണ്ടയോ എന്നുള്ള ചോദ്യം മാറി മാറി മനസ്സിലേക്ക് വരികയാണ്. ഒരു ഘട്ടത്തിൽ തിരിച്ചു പോയാലോ എന്നുവരെ ചിന്തിച്ചു. പക്ഷെ വേണ്ട, ഇത്രയും ദൂരം വന്നതല്ലേ, പോയി ഫോൺ ചാർജർ എടുക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ ധൈര്യത്തോടു കൂടി ആ ഓഫീസിനകത്തേക്ക് കയറി അവളുടെ ടേബിളിനടുത്ത് വന്ന് പ്ലഗിലുണ്ടായിരുന്ന അവളുടെ ചാർജർ ഊരി. സാധാരണ നമുക്കെല്ലാം ഒരു ശീലമുണ്ട്, ചാർജർ വയർ വളരെ നീളമായിരിക്കും, അതിനെ കൈകൊണ്ട് ഇങ്ങനെ ചുറ്റും. അവൾ അവളുടെ ടേബിളിനടുത്ത് നിന്ന് ആ ചാർജർ വയർ പതുക്കെ ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു പെട്ടെന്നൊരു ശബ്ദം കേട്ടത്. കസേരയിൽ ആരോ വന്ന് ഇരിക്കുന്നത് പോലുള്ള ശബ്ദം. പെട്ടെന്ന് കേട്ടതുകൊണ്ട് തന്നെ അവൾ അത്രയും ഭയന്നു. ചുറ്റി നോക്കുകയാണ് ആരെങ്കിലും ഉണ്ടോ എന്ന്. ആരും തന്നെ ഇല്ല. അവൾക്ക് നന്നായി അറിയാം ആ ഓഫീസിൽ അവൾ ഒറ്റയ്ക്കാണ് ഉള്ളതെന്ന്. അങ്ങനെയുള്ളപ്പോൾ എവിടെ നിന്നാണ് ആ ശബ്ദം കേട്ടത്? അവൾ ധൈര്യമുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ തോന്നിയതായിരിക്കും എന്ന് കരുതി ഓഫീസിൽ നിന്നും പുറത്തേക്ക് പോയി. പക്ഷെ അങ്ങനെ പോകുന്നതിന് പകരം അവൾ വീണ്ടും തിരിഞ്ഞു നോക്കി. സത്യത്തിൽ ഓഫീസിൽ ആരും ഇല്ലേ? അല്ലെങ്കിൽ ഓഫീസിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പതുക്കെ അവൾ തിരിഞ്ഞു നോക്കുകയാണ്. ആ സമയത്ത് അവളുടെ കണ്ണിന് മുന്നിൽ ഒന്നും തന്നെ കണ്ടില്ല. ആരുമില്ലാത്തത് കൊണ്ട് തന്നെ അവൾ തിരികെ നടന്ന് ലിഫ്റ്റിനടുത്തേക്ക് പോകുന്നു. പോകുന്ന വഴി അവളുടെ ഇടതും വലതുമായി ഒരുപാട് റൂമുകളുണ്ട്, കതകുകൾ ഒരുപാടുണ്ട്. ആ സമയത്ത് കതക് പെട്ടെന്ന് വലിച്ചടയ്ക്കുന്നത് പോലുള്ള ഒരു ശബ്ദം കേട്ടു. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, വലിയൊരു ബിൽഡിംഗ്. ആ ബിൽഡിംഗ് മൊത്തം എടുത്തു നോക്കിയാലും നിങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. ഒറ്റയ്ക്ക് വരികയാണ്. ആ സമയത്ത് കതക് ഉച്ചത്തിൽ അടയ്ക്കുന്നത് പോലുള്ള ഒരു ശബ്ദം കേട്ടാൽ എന്തായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുക? അവളും ധൃതി പിടിച്ച് ലിഫ്റ്റിനടുത്തേക്ക് ഓടി ലിഫ്റ്റ് ഡോർ ഓപ്പൺ ആകാൻ ബട്ടൺ അമർത്തിക്കൊണ്ടേയിരുന്നു. ലിഫ്റ്റ് ഡോർ ഓപ്പണായി. അവൾ അതിനകത്തേക്ക് കയറി ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള ബട്ടൺ അമർത്തി. അങ്ങനെ ബട്ടൺ അമർത്തിയിട്ട് പെട്ടെന്ന് അവളൊരു കാര്യം ചിന്തിക്കുകയാണ്. പോകുന്ന വഴി ലിഫ്റ്റ് പെട്ടെന്ന് സ്റ്റക്കായാൽ എന്തായിരിക്കും ചെയ്യുക? ലിഫ്റ്റ് ഡോർ അപ്പോഴും അടഞ്ഞിട്ടില്ല. ഇറങ്ങി പടിയിലൂടെ പോണോ അതോ ലിഫ്റ്റിൽ തന്നെ പോണോ എന്ന് മാറി മാറി ചിന്തിക്കുകയാണ്. ശരി, പടിയിറങ്ങി പോകാമെന്ന് കരുതി പടി ഇറങ്ങുന്ന സമയത്താണ് ഇനി പടി ഇറങ്ങുമ്പോൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? ആ ചോദ്യവും അവളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരുന്നു. മറ്റു മാർഗമൊന്നുമില്ലാതെ വീണ്ടും ലിഫ്റ്റിനകത്തേക്ക് കയറി ഗ്രൗണ്ട് ഫ്ലോർ ബട്ടൺ അമർത്തി. അതിനകത്ത് അവൾ അത്രയേറെ ഭയത്തിലാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആരും അറിയില്ല. കണ്ണടച്ച് മനസ്സിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ലിഫ്റ്റ് സ്റ്റക്കാകരുതേ എന്ന്. പക്ഷേ അവൾ വിചാരിച്ചതുപോലെ തന്നെ ലിഫ്റ്റ് സ്റ്റക്കായില്ല. പക്ഷേ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകേണ്ട ലിഫ്റ്റ് പോയത് 8ാമത്തെ ഫ്ലോറിലേക്കാണ്. അവളുടെ ജീവൻ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ലിഫ്റ്റ് 8ാമത്തെ നിലയിലെത്തുകയും ആ ഡോർ പതുക്കെ ഓപ്പൺ ആവുകയും ചെയ്തു. അവളും പതുക്കെ പുറത്തേക്ക് നോക്കി. ആരും തന്നെ ഇല്ല. വീണ്ടും ധൃതി പിടിച്ച് ഗ്രൗണ്ട് ഫ്ലോർ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. ലിഫ്റ്റും താഴേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോർ എത്തിയതും ജീവൻ തിരിച്ചു കിട്ടിയെന്ന വിശ്വാസത്തിൽ ഓടി തൻ്റെ കാറിനകത്തേക്ക് പോവുകയും കാറെടുത്ത് വീട്ടിലെത്തുകയും ചെയ്തു. എല്ലാം ശരിയായി. അടുത്ത ഓഫീസിലേക്ക് വന്ന ദിവസം അവൾക്കുണ്ടായ അനുഭവങ്ങൾ, എനിക്കിങ്ങനെയെല്ലാം സംഭവിച്ചു, ലിഫ്റ്റിൽ ഇങ്ങനെയായിരുന്നു, ഞാൻ പേടിച്ചു എന്നെല്ലാം അവളുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് അവൾ പറഞ്ഞു. ആ സമയം മറ്റുള്ളവർ അവളോട് പറഞ്ഞത്, ആരാണ് നിന്നെ ഒറ്റയ്ക്ക് 5:30 ശേഷം പോകാൻ പറഞ്ഞത്?
കൂടെ ഉണ്ടായിരുന്ന ഒരു കൊളീഗ് പറഞ്ഞത്, ഇനി മുതൽ OT ചെയ്യുന്നു, സാധനങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞ് 5:30 ശേഷം ഈ ഓഫീസിലേക്ക് നീ വരരുത് എന്ന്. ഇവൾക്ക് നടന്നതുപോലെ തന്നെ ഒരുപാട് മോശമായ അനുഭവങ്ങൾ ആ ഓഫീസിൽ പലർക്കും നടന്നിട്ടുണ്ട്. ഇവളുണ്ടായിരുന്ന ലിഫ്റ്റ് 8ാമത്തെ നിലയിൽ ചെന്നപ്പോൾ പ്രത്യേകിച്ച് അവിടെ ഒന്നും തന്നെ ഇവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ മറ്റു ചിലർക്ക് അവിടെ പല രൂപങ്ങൾ കണ്ടതായും പറയുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഒരു ബിൽഡിങ്ങിനകത്ത്, ഓഫീസിനകത്ത് അല്ലെങ്കിൽ ലിഫ്റ്റിനകത്ത് എനിക്കിങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ജീവൻ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ ആ പെൺകുട്ടിക്ക് അത്രയേറെ ധൈര്യമുണ്ടായിരുന്നു. ഇതുകൊണ്ട് മാത്രമാണ് ആ ഓഫീസിൽ മറ്റാരും തന്നെ ഓവർ ടൈം ജോലി ചെയ്യാത്തത്. ഒരു ചാർജർ എടുക്കാൻ പോയി ജീവൻ തന്നെ നഷ്ടമാകുമായിരുന്നു. അടുത്തത് 2ാമത്തെ കഥ. ഇതൊരു ഓഫീസല്ല, ഒരു കമ്പനി, ഒരു മെഷീൻ കമ്പനി. മെഷീൻ കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ശബ്ദമുണ്ടായിരിക്കും അല്ലേ? അങ്ങനെ ഒരു സ്ഥലത്ത് ഒരാൾ ജോലി ചെയ്യുന്നു. ഇയാൾ നൈറ്റ് ഷിഫ്റ്റ് ജോലിയാണ് ചെയ്യുന്നത്. രാത്രി മുതൽ രാവിലെ വരെ ജോലി ചെയ്യേണ്ടി വരും. അതൊരു മെഷീൻ കമ്പനി ആയതുകൊണ്ട് തന്നെ അവിടെ സ്ത്രീകളൊന്നും ജോലി ചെയ്യില്ല, പുരുഷന്മാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതും നൈറ്റ് ഷിഫ്റ്റിന് അവിടെ ജോലി ചെയ്യുന്നവരുടെ എണ്ണവും വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരു ദിവസം ഇയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് അയാൾക്ക് ഉറക്കം വരികയാണ്. നൈറ്റ് ഷിഫ്റ്റിന് എല്ലാവർക്കും വരുന്നൊരു കാര്യം. അയാളുടെ ചെയറിൽ നിന്നും എഴുന്നേറ്റ് കോഫി വാങ്ങാനായിട്ട് പോയി. കോഫി വാങ്ങി തിരികെ അയാളുടെ ടേബിളിൽ തന്നെ വന്ന് ഇരിക്കുകയും ചെയ്തു. വീണ്ടും ജോലി ചെയ്യാനും തുടങ്ങി. ആ സമയത്ത് ഇയാൾക്ക് കഴുത്തുവേദന അനുഭവപ്പെടുകയാണ്. സാധാരണ ഇങ്ങനെ ഒരു സമയത്ത് കഴുത്തുവേദന വന്നാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? കഴുത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കും. അയാളും അത് തന്നെയാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ ഒരു സൈഡിലേക്ക് കഴുത്ത് തിരിച്ചപ്പോൾ തൻ്റെ തൊട്ടടുത്ത് ആരോ ഇരിക്കുന്നുണ്ട്. അത് തൻ്റെ ഫ്രണ്ട് ആയിരിക്കുമെന്നാണ് അയാൾ ആദ്യം ചിന്തിച്ചത്. പക്ഷെ ആ ഫ്രണ്ട് ആരാണെന്ന് തിരിഞ്ഞു നോക്കാനൊന്നും അയാൾ ശ്രമിച്ചില്ല. അങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുകയാണ്. കുറച്ചു കഴിഞ്ഞ് മനസ്സിലൊരു ചിന്ത വരുന്നു, എൻ്റെ ഫ്രണ്ടിന് ഇത്രയും മുടി നീളമില്ലല്ലോ എന്ന്. കാരണം അയാളുടെ അടുത്ത് കസേരയിലിരുന്ന ആ ഫ്രണ്ടിന് മുടി അത്രയും നീളമുണ്ടായിരുന്നു. അയാൾക്ക് നന്നായി അറിയാം അവിടെ പുരുഷന്മാർ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ, അവർക്കാർക്കും ഇത്രയും നീളമുള്ള മുടിയില്ല. പക്ഷെ തൻ്റെ അടുത്തിരിക്കുന്നത് നീളമുള്ള ഒരു മുടിയാണ്. പെട്ടെന്ന് തന്നെ മനസ്സിൽ ഭയം കയറി വരാൻ തുടങ്ങി. കണ്ണടച്ച് ചില സെക്കൻഡുകൾ മനസ്സിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ണു തുറന്ന് വളരെ ധൈര്യത്തോടു കൂടി തൻ്റെ തല തിരിച്ച് നോക്കുകയാണ് അടുത്ത് ആരാണ് എന്ന്. അയാൾ അവിടെ ആരെയും കണ്ടില്ല. ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ആരും നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യാത്തതെന്നാണ് ആ സമയം അയാൾ ചിന്തിച്ചത്. പക്ഷേ ഈ ഒരു അനുഭവത്തോടു കൂടി അയാൾ ജോലിയിൽ നിന്നും രാജിവെച്ചിട്ടൊന്നുമില്ല. വീണ്ടും അതേ ജോലി തന്നെ ചെയ്തു, അതേ നൈറ്റ് ഷിഫ്റ്റ് തന്നെ ചെയ്തു. പക്ഷേ സംഭവത്തിന് ശേഷം അയാൾക്കൊരു ശീലമുണ്ടായി. താനിരിക്കുന്ന കസേര ജോലി ചെയ്യുന്നതിന് മുൻപായാലും ജോലി ചെയ്തതിന് ശേഷമായാലും മേശയ്ക്കടിയിലേക്ക് വലിച്ചിടും. അതൊരു ശീലമായി മാറി. കാരണം കസേര മേശയിൽ നിന്നും മാറിക്കിടന്നപ്പോഴാണ് അങ്ങനെ ഒരു രൂപം വന്നിരുന്നത്. കസേര മേശയ്ക്കടിയിലിടുകയാണെങ്കിൽ ഇരിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് അയാൾ വിശ്വസിച്ചിരുന്നത്. പക്ഷെ എൻ്റെ ചോദ്യം, കസേര വലിച്ചു നീക്കിയിരിക്കാമല്ലോ. മൂന്നാമത്തെ കഥ ഒരു എഡിറ്റർക്കാണ് സംഭവിച്ചത്. സിനിമ, ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ പാട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എഡിറ്ററുടെ ആവശ്യമുണ്ട്. അതുപോലെ ഒരു ഓഫീസിൽ ഒരു എഡിറ്റർ ഒറ്റയ്ക്ക് ജോലി ചെയ്യുകയാണ്. സാധാരണ എഡിറ്റ് ചെയ്യുന്നത് ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ റൂം ഫുള്ളായും ഇരുട്ടായിരിക്കും. ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യും. ആ മോണിറ്ററിൽ നിന്ന് മാത്രമേ ലൈറ്റ് വരൂ. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആ ചിത്രത്തിലെ നിറം കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കാൻ. എല്ലാം വെളിച്ചമായിരിക്കുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ വ്യത്യാസം അറിയാൻ കഴിയില്ല. അതുകൊണ്ട് റൂം കതകടച്ച് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് ആ ഇരുട്ടിലിരുന്നായിരിക്കും എഡിറ്റ് ചെയ്യുന്നത്. കാതിൽ ഒരു ഹെഡ്സെറ്റും ഉണ്ടാകും. പുറത്തുള്ള ശബ്ദങ്ങളൊന്നും തന്നെ കേൾക്കില്ല. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേട്ടത്. തുടർച്ചയായി കേട്ടുകൊണ്ടേയിരിക്കുന്നു. അത് കീബോർഡ് ആരോ വേഗത്തിൽ തട്ടുന്നത് പോലുള്ള ശബ്ദമാണ്. ഹെഡ്സെറ്റ് കാതിലുണ്ട്. അതിലൂടെ കേൾക്കുന്ന ശബ്ദത്തെക്കാട്ടിലും പുറത്തുനിന്ന് വരുന്ന ഈ ശബ്ദം അത്രയും ഉച്ചത്തിൽ കേൾക്കുന്നുണ്ട്. അയാൾ കാതിൽ നിന്നും ഹെഡ്സെറ്റ് പതുക്കെ ഊരുകയും തൻ്റെ ടേബിളിൽ അത് വയ്ക്കുകയും ചെയ്തു. ശബ്ദം എവിടെ നിന്നാണ് വരുന്നത് എന്ന് ശ്രദ്ധിക്കുന്നു. അത് തനിക്ക് പിന്നിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
ഇയാൾ എഴുന്നേറ്റ് പുറകിൽ ആരെന്ന് നോക്കുന്നു. അവിടെ കണ്ടത് ഒരു പോക്കോങ് എന്ന് പറഞ്ഞാൽ മലേഷ്യൻ ഗോസ്റ്റ്. ഇതിനെ കാണാൻ മരിക്കുമ്പോൾ ശരീരഭാഗം മുഴുവനും വെള്ള തുണി കൊണ്ട് ചുറ്റി മുഖം മാത്രം കാണുന്നത് പോലെ വയ്ക്കുമല്ലോ, അങ്ങനെയൊന്ന്. ആ രൂപം എങ്ങനെയായിരിക്കുമെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഒരു രൂപം കസേരയിൽ ഇരിക്കുകയാണ്. എന്നാൽ കസേരയിൽ ഇരുന്നു കൊണ്ട് അയാളുടെ തല ഉപയോഗിച്ച് കീബോർഡിൽ അടിച്ചുകൊണ്ടേയിരിക്കുന്നു, തുടർച്ചയായി അടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതും അയാളുടെ കൺമുൻപിൽ നടക്കുകയാണ്. സത്യമാണോ കള്ളമാണോ തൻ്റെ ഇമാജിനേഷനാണോ ഒന്നും തന്നെ അയാൾക്ക് ആ സെക്കൻഡ് മനസ്സിലായില്ല. പക്ഷേ ആ ശബ്ദം തൻ്റെ കാതുകളിൽ തുടർന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാഴ്ച അയാളുടെ കൺമുൻപിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. എവിടെ നിന്നൊക്കെയോ ഭയം മനസ്സിനുള്ളിൽ കയറി അപ്പം തന്നെ മയങ്ങി വീഴുകയും ചെയ്തു. അല്പസമയം കഴിഞ്ഞ് ഫ്രണ്ട്സ് എല്ലാം വന്ന് എഴുന്നേൽപ്പിക്കുന്നു. എഴുന്നേറ്റിരുന്നപ്പോൾ പോലും മനസ്സിൽ ആ രംഗം മാത്രമാണ് വീണ്ടും വീണ്ടും കയറി വന്നത്. ചുറ്റുമുണ്ടായിരുന്നവരെല്ലാം എന്തു പറ്റിയെന്ന് വീണ്ടും ചോദിക്കുകയാണ്. പക്ഷെ അയാൾ ഒന്നും തന്നെ പറഞ്ഞില്ല. കാരണം ഇങ്ങനെ ഒരു സംഭവം കണ്ടു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ വിശ്വസിക്കില്ല. ഒരു പക്ഷേ അവർ വിശ്വസിച്ചാൽ പിന്നെ അവർ തുടർന്ന് ജോലി ചെയ്യില്ല. എല്ലാവരും അപ്പം തന്നെ ജോലി അവസാനിപ്പിച്ചു പോകും. ഇനി കുറച്ച് മാത്രമേ എഡിറ്റ് ചെയ്യാനുള്ളൂ. അതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ ജോലി അവസാനിച്ചു. ബാക്കിയുള്ളവരും അവരുടെ ജോലികൾ ചെയ്യും. അതിനാൽ തന്നെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് വീണ്ടും അയാൾ എഴുന്നേറ്റ് അയാളുടെ കസേരയിലേക്ക് ചെന്നിരുന്നു. ഈ സംഭവം അയാൾ ആരോടും തന്നെ ഷെയർ ചെയ്തിട്ടില്ല. ബ്ലോഗ് സ്പോട്ടിൽ മാത്രമാണ് ഈ ഒരു അനുഭവം പങ്കുവച്ചിരുന്നത്. അങ്ങനെ ഇന്നത്തെ കഥ അവസാനിച്ചു. ഈ 3 സംഭവത്തിലും നിങ്ങൾക്ക് വളരെ ഭയം തോന്നിയ സംഭവം ഏതാണ്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.